ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാലക്കാട് വന്ന വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് തൈപ്പോയ ദിവസം. അപ്പോൾ ഇന്ന് മിറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാവരും മിനിറ്റ് കുളിക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നായക്കുട്ടി ടിൻഡോ. അപ്പോൾ അജേട്ടൻ എന്തൊക്കെയോ അതിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ചായയുടെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ രാമശ്ശേരി ഇഡ്ഡലി നമ്മൾ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവന്നു തരും കേട്ടോ. അതിനെപ്പോഴും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ വയറ്റിന് എന്തോ കിട്ടി. അപ്പോൾ ഇതാണ് അജേട്ടൻ്റെ ഏട്ടൻ. അപ്പോൾ ഏട്ടതാ ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പാലക്കാട്ടുകാരെ ഫേമസ് ആയ ഇഡ്ഡലിയാണ് കേട്ടോ രാമശ്ശേരി ഇഡ്ഡലി. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഈ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇഡ്ഡലിയുടെ ഷേപ്പ് കണ്ടില്ലേ, രാമശ്ശേരി ഇഡ്ഡലി. ശരിയായില്ലേ? നമ്മുടെ നാട്ടിലെ ഇഡ്ഡലിയും ദോശയും മേടിക്കുമ്പോൾ ചട്നി സാമ്പാറൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ അതാ ചമ്മന്തിപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഏട്ടതാ അപ്പുറത്ത് മാമൻ്റെ വീട്ടിൽ നിന്ന് കരിമ്പ് വെട്ടാനായിട്ട് പോവാണ്. അപ്പം നമ്മുടെ പൂജയ്ക്ക് അഭിഷേകത്തിനായിട്ട് കരിമ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം മാമൻ പറഞ്ഞു കൊടുക്കാനനുസരിച്ച് അജേട്ട അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കരിമ്പ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി പോകുമ്പോൾ കൊട്ടവാള നമുക്കല്ലേ. അങ്ങനെ ഇതാ കരിമ്പ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അഭിഷേകത്തിന് വേണ്ട കരിമ്പ് അങ്ങനെ വെട്ടിയെടുത്തിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി വയ്ക്കുകയാണ്. അപ്പോൾ അതപ്പോഴേക്കും ചേച്ചി ഇവിടെ ചട്നി ഉണ്ടാക്കലും ചമ്മന്തി ഉണ്ടാക്കലും തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി കേട്ടോ. ഉള്ളി സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ദോശയ്ക്കും ഒക്കെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളിയാണ് കേട്ടോ. ചേച്ചി ഉണ്ടാക്കുന്ന ചമ്മന്തി ചട്നി ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതാ നമ്മളും കഴിക്കുകയാണ്. അങ്ങനെ ഇതാ അമ്പലത്തിൽ തിരുമേനിയും പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവിടെ പഞ്ചാമൃതം ഉണ്ടാക്കുന്ന തിരക്കും പായസം ഉണ്ടാക്കുന്ന തിരക്കൊക്കെയാണ്. അപ്പോൾ പൂജ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അവർ. അപ്പോഴേക്കിതാ പിള്ളേരൊക്കെ ഡ്രസ്സ് മാറിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. അങ്ങനെ ഇതാണ് പൊന്നുട്ടീനെ കുറേ നേരമായി കണ്ടിട്ട്. പൊന്നുട്ടി ഓടി വന്നായിരുന്നു കേട്ടോ എൻ്റെ അടുത്തേക്ക്. അങ്ങനെ അതെല്ലാവരും കൂടി വന്നിട്ടുണ്ട് അവിടേക്ക്. ഇതപ്പം നമ്മുടെ വിഷ്ണു ഉണ്ട്, മുരുകനുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണു മുരുകനാണ്. പിന്നെ അതാ പഞ്ചാമൃതം ഉണ്ടാക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ അത്. കരിമ്പൊണ്ടാണ് അവരുണ്ടാക്കണേ. അപ്പോൾ ഈ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവിടെ മേമയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ആളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നതും അമ്പലം നോക്കുന്നതൊക്കെ ആളാണ്. ആൾ തന്നെയാണ് വിഷ്ണുവിനെയും മുരുകനെയും തുള്ളുന്നതും ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിലെ വഴിപാടും പൂജകളും അർച്ചനകളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഇതാ മേമയാണ് ഇതാ ഇവിടെ തുള്ളലുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് പൂജാരി ഇതൊക്കെ കഴിഞ്ഞ് കത്തിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മേമ. അപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മേമ പ്രസാദം വരികയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മുരുകനെയും വിഷ്ണുവിനെയും തുള്ളണത് ഈ മേമയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിവേദിച്ച കഴിഞ്ഞ പായസം നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചിട്ട് അത് നമ്മളെല്ലാവർക്കും കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ പഞ്ചാമൃതം നിവേദിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതെല്ലാവർക്കും കൊടുക്കും. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കടും പായസം, പാൽപ്പായസം, പഞ്ചാമൃതം എന്നിങ്ങനെ 3 സാധനങ്ങളാണ് നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൽപ്പന കേൾക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അന്നദാനമൊക്കെ വന്നു. നമ്മൾ പുറത്ത് ഏൽപ്പിച്ചേക്കായിരുന്നു ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ വന്നു. അങ്ങനെ എല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് പായസങ്ങൾ. നമ്മൾ പഞ്ചാമൃതം, പാൽപ്പായസം, പിന്നെ കടും പായസം. ഈ പഞ്ചാമൃതം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീട്ടിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും വന്നിരുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതായിരുന്നു നമ്മുടെ വഴിപാടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ നമ്മുടെ പൊന്നൂട്ടി ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ എന്തൊക്കെയോ ചെന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വെച്ചിങ്ങനെ കഴിക്കാനായിട്ട് നല്ല മുറുക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. വെറ്റില, ചുണ്ണാമ്പ്, പാക്ക്, അടയ്ക്കല്ല കേട്ടോ, പാക്ക്. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും പിള്ളേരൊക്കെ അതാ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ അതാ ഞാൻ ശ്രീക്കുട്ടി, പൊന്നുട്ടി മുന്നേ കഴിച്ചു. പൊന്നുട്ടി അങ്ങനെ എന്നെ കാത്തുക്കാറൊന്നുമില്ല. പക്ഷേ ശ്രീക്കുട്ടി എൻ്റെ കൂടെ ഇരിക്കാറുള്ളൂ. അങ്ങനെ അതാ ഭക്ഷണം കഴിച്ചു കേട്ടോ.
അങ്ങനെ ഒരുപാട് സന്തോഷമായി. നമ്മൾ ഇത്ര നാളും പറഞ്ഞൊരു അന്നദാനത്തിൻ്റെ ഈ ഒരു വഴിപാട് കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, മരത്തങ്കോട് ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ അവൾ കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു പാലക്കാട് വരുമ്പോൾ എന്തായാലും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ, അടിപൊളി കാഴ്ചകളാണ്. അങ്ങനെ ലൊക്കേഷനൊക്കെ അയച്ചതിൻ്റെ അവസാനം ഞങ്ങളവിടെ വീടൊക്കെ കണ്ടുപിടിച്ച്. ഇതാണ് രചന, എൻ്റെ കൂടെ പഠിച്ചതാണ്. 8 മുതൽ 10 വരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഒരു സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിളിക്കാറുണ്ട്. അപ്പം അന്ന് മുതലേ പറയും പാലക്കാട് വരുമ്പോൾ വീട്ടിലേക്ക് എന്തായാലും വരണമെന്ന്. അപ്പം നമുക്ക് അവളവിടെ മേടിച്ച് വെച്ച് രാമശ്ശേരി ഇഡ്ഡലി തന്നെയായിരുന്നു കേട്ടോ. മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിനക്കത് മേടിച്ച് വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് രാമശ്ശേരി ഇഡ്ഡലി. വീണ്ടും രാവിലെ ഇത് തന്നെയായിരുന്നു, പിന്നെ വൈകിട്ട് ഇത് തന്നെ കഴിച്ചത്. അപ്പോൾ അങ്ങനെ പിള്ളേരിനൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മടങ്ങുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റ ബൈ, സീ യു.